എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു മലയാളി തന്നെയാണ്. കുറച്ച് ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. മട്ടിയാണ് എൻ്റെ ആദ്യത്തെ പടം. അപ്പോൾ അതൊരു മഡ് മൂവി ഫസ്റ്റ് ടൈം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഒരു യൂണിക് കണ്ടന്റ് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ കെടാസൻ്റെ ഞാൻ മധുരയിൽ കണ്ടത്. അവിടെ നിന്ന് എനിക്കൊരു സ്പാർക്ക് കിട്ടി. അതിനുശേഷം അതിൻ്റെ ആ ഡീറ്റെയിലിംഗ് പോയപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ആയി തോന്നി. ആക്ച്വലി മഡി 2 ആയിരുന്നു പ്ലാൻ ആ സമയത്ത്. അപ്പോൾ ആ ഒരു കണ്ടന്റ് നന്നായി ചെയ്തതിന് ശേഷം നമുക്ക് മഡി 2ക്ക് പോകാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ആ ജേണി. ഇപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ്. തിയേറ്റർ റിലീസായതിനു ശേഷം തമിഴ്നാടെല്ലാം നല്ല ബെസ്റ്റ് റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി തമിഴ് പടം ചെയ്യുക, അതും നമുക്ക് മധുരയിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം മധുരേൻ്റെ കൾച്ചർ, സ്ലാങ്, മാനറിസം ടോട്ടൽ തമിഴിൽ നിന്ന് തന്നെ വേറിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3 കൊല്ലത്തിൻ്റെ മേലെ മധുരയിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം കെടാസൻ്റെ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഡീപ്പായ ഒരു സ്പോട്ടാണ്, ഇൻറ്റൻസീവായ ഒരു സ്പോട്ടാണ്. ആ സ്പോട്ടും നമ്മൾ ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് അവരിനെ അവിടെ വെച്ച് ഒരു 3 ഇയേഴ്സിൻ്റെ അടുത്ത് ആടിനെയൊക്കെ വാങ്ങി ട്രെയിൻ ചെയ്ത് കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിങ്ങിലേക്ക് പോയത്. ഷൂട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ടീം സെറ്റായി. എല്ലാ ടീമും നല്ല ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്തു. എല്ലാവരും ബെസ്റ്റ് ഔട്ട്പുട്ട് അവർക്ക് തന്നു. അതുകൊണ്ട് തന്നെ ആ കണ്ടന്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവൻ അതിൽ ആക്ട് ചെയ്തിട്ടുള്ള ആടുകളടക്കം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് അവരുടെ ഇമോഷണൽ അടക്കം കിട്ടി. ആടുകളുടെ ഇമോഷണൽ അടക്കം, കാരണം ഇമോഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആടുകളുടെ അടക്കം. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു അനിമലിനെ വെച്ചൊരു മൂവി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേപ്പറിൽ എഴുതിയാലും എന്തൊക്കെ ഡ്രീം കണ്ടാലും അനിമലിനെ ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട് നമുക്ക്. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അത് ബെസ്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ബെസ്റ്റായി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ബൈ ലക്ക് നമ്മളെടുത്ത ടൈം, എഫേർട്ട് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കൂടിച്ചേർന്ന് നല്ലൊരു ഔട്ട്പുട്ടിനെ നമുക്ക് കിട്ടി. എല്ലാ ആർട്ടിസ്റ്റും, ക്രൂസും, ടെക്നീഷ്യൻസും നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായി ഇപ്പം നമ്മൾ റിലീസ് ചെയ്ത് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനി അടുത്തത് നിങ്ങളുടെ കയ്യിൽ, ജനങ്ങളുടെ കയ്യിലാണ് ഈ പടത്തിൻ്റെ റീച്ച് ഇരിക്കുന്നത്. കാരണം ആസ് എ ഡയറക്ടർ ഓർ പ്രൊഡ്യൂസർ എനിക്കൊരു കണ്ടന്റ് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട്. ബാക്കി ഇതിനെ ബ്ലാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ദയവ് ചെയ്ത് മീഡിയാസിൻ്റെ കയ്യിലും പബ്ലിക്കിൻ്റെ കയ്യിലാണ്. ആ ഒരു പോർഷൻ കൂടി നന്നായി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു നാഷണൽ ലെവൽ ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. അതുമാത്രമാണ് നിങ്ങൾ അത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതും കൂടി ഇത് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ജോക്കിലെ ഹീറോ കഥാപാത്രത്തെ അവതരിപ്പിച്ച യുവൻ കൃഷ്ണ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജോക്കിക്ക് മുന്നിലെ എൻ്റെ ഫസ്റ്റത്തെ പടം എന്ന് പറയുന്നത് മഡിയാണ്. ഈ ഡയറക്ടറിൻ്റെ കൂടെയാണ് ഞാൻ മഡി ചെയ്തത്. 4 വർഷം എടുത്തു ആ ഡയറക്ടറിൻ്റെ കൂടെ മഡി ചെയ്ത് റിലീസ് ചെയ്യാം. മഡിക്ക് മുന്നേ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിനിമയിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുഴയും കിടന്നിലും ദിലീപും മഞ്ജു വാര്യരും കൂടെ ഒരു സോങ് അഭിനയിച്ചത് കണ്ടതാണ് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്. രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് അതിനേക്കാളും വലിയ എക്സ്പീരിയൻസ്. നമ്മളുടെ ഒടിയൻ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ലാലേട്ടനെ കണ്ട ആവേശത്തിൽ വേഗം ഫോട്ടോ എടുത്തിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. വേഗം ആഞ്ഞടിച്ചേട്ടൻ ഓടി വന്നു. ആരടാ അവിടെ ഫോട്ടോ എടുക്കുന്നത്, വേഗം എല്ലാം ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. ആരൊക്കെ ഓടി വന്ന് എൻ്റെ നിന്ന് ഫോൺ പിടിച്ച് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട്. ഇതാണ് എൻ്റെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം അത്യാവശ്യം കഷ്ടപ്പെട്ട് മഡി ചെയ്തു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാൻ പറ്റാത്ത, ചെയ്തിട്ടില്ലാത്ത 2 പടമാണ് ഞാൻ ഈ ഡയറക്ടറുടെ കൂടെ ചെയ്തിരിക്കുന്നത്. നെവർ സീൻ കണ്ടന്റ്, വൺസ് അഗെയിൻ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മഡി എന്ന ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് 3 വർഷം കഷ്ടപ്പെട്ട് പാലക്കാട് നിന്ന് മധുരയിൽ പോയി അവിടെ താമസിച്ച് അവിടുത്തെ ഓരോ മനുഷ്യന്മാരുടെ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ, കൾച്ചർ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, കെടാസൻ്റെ വിടുന്നതിനെക്കാട്ടിലും തന്നെ ഒരു കെടേനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്, അതിനെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിനെ കെട ട്രീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സും നമ്മളുടെ സൗണ്ടുമാണ് കെട മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം ഒരേ ഡ്രസ്സ് ഇട്ട് തന്നെ മാസങ്ങളോളം ഞാൻ അതിനെ ട്രെയിൻ ചെയ്യാൻ പോയിട്ടുണ്ട്. അതിനെങ്ങനെ ഫുഡ് വെക്കണം, എന്ത് ഫുഡ് കൊടുക്കണം, എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം, അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അതിന് ഇഞ്ചറി വരും, അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു മധുരക്കാരൻ എങ്ങനെയാണോ ഒരു നോർമൽ കെടേനെ വളർത്തി അവൻ്റെ ലൈഫ് അവൻ കൊണ്ടുപോകുന്നത്, അത് A to Z പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് മധുരയിൽ ഇന്നലെ FDFS കാണാൻ പോയപ്പം അത്ര ഇമോഷൻ, ഓരോരുത്തരെയും ഇമോഷൻ അവർ കെട്ടിപ്പിടിച്ച് കരയുന്നത്, ആ ഫീൽ എനിക്ക് കിട്ടി. എന്തായാലും 2 പടവും ഇതുവരെ ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നതിൽ ഞാൻ ഡയറക്ടർക്ക് നന്ദി പറയുന്നു. അതേപോലെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ, ടെക്നീഷ്യൻസ് എല്ലാവരും ഈ പടം തിയേറ്ററിൽ എത്തിക്കാൻ ബേക്കിൽ പരിശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കേരളത്തിൽ പടം ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കുറച്ച് മലയാളം അറിയാം, പക്ഷേ எனக்கு லாங்குவேஜ் மேலே ரொம்ப மரியாதை இருக்குது. ஸோ நான் கண்டிப்பாக அடுத்தடுத்து மலையாளமில் நிறைய படங்கள் பண்ணும்போது நான் கற்றுக்கிட்டு சீக்கிரமாக அவங்கள மீட் பண்ணும்போது நானும் ஃப்ளூவெண்ட்டாக வந்து மலையாளமில் சம்சாரிக்கிறேன். நீ ப்ராமிஸ் பண்ணுறேன். நான் எனக்கு ரொம்ப ஹாப்பியாக இருக்குது. எனக்கு ஃபர்ஸ்ட் ஆஃப் ஆல் கேரளா வந்து ரொம்ப பிடிச்ச ஒரு இடம். எனக்கு நான் நிறையா சொல்லுதுங்க, என் வீட்டுக்கு அப்புறமா ஐ ஃபீல் வெரி ஹாப்பி whenever I come to கேரளா. ஃபோர்ட் கொச்சி இஸ் மை ஃபேவரட் பிளேஸ். ஸோ எனக்கு வந்து மலையாளம் சினிமா பண்ணணுங்கிறது ரொம்ப ரொம்ப ஆசை. அண்ட் ஜாக்கி மாதிரி ஒரு மூவி, இவ்வளோ ஹார்ட் ஒர்க் பண்ண ஒரு பீப்புளோட அந்த படத்தில் எனக்கு இங்கே இன்னொரு லான்ச் கிடைக்கும் போது ஐம் வெரி வெரி ஹாப்பி அபவுட் இட். தேங்க்யூ ஸோ மச் டீம் ஜாக்கி. ரொம்ப சந்தோஷமாக இருக்குது. ஏன்னா இவங்க வந்து தமிழில் ஒரு படம் பண்ணுறாங்க, தமிழோட கல்ச்சரை வந்து அவங்க இருந்து கற்றுக்கிட்டு பண்ணும்போது இட் ஷோஸ் த பேஷன். லைக் பிரிக்க விரும்பலை, தமிழ் மலையாளம்னு பிரிக்க விரும்பலை, பட் உங்களோட பேஷன் டுவர்ட்ஸ் சினிமா இஸ் லைக் வேறு லெவல். ஸோ ஐ ஆல்வேஸ் ஹேவ் ஹியூஜ் ரெஸ்பெக்ட் ஆன் மலையாளம் இண்டஸ்ட்ரி, மலையாளம் சினிமா அண்ட் மலையாளம் கிரியேட்டர்ஸ். ஸோ ஐ எம் வெரி ஹாப்பி. நான் தான் சொல்லுவேன், உங்களோட ஹார்ட் ஒர்க்கில் எனக்கு ஒரு நல்ல பேர் கிடைக்க போகுது. ஐ எம் வெரி கிரேட்ஃபுல். இதில் நான் மீனாட்சின்ற ரோல் பண்ணியிருக்கேன் அண்ட் லவ் இன்ட்ரெஸ்ட் ஆஃப் த ஹீரோ. ஐ ஹவ் கிவன் மை பெஸ்ட். பட் மூவி வந்து ரொம்ப நல்லா வந்திருக்கு. தமிழில் வந்து நிறைய பேருக்கு படம் பிடிச்சிருக்கேன். அண்ட் கண்டிப்பாக இங்கே மலையாளத்தில் ரிலீஸ் ஆகாமல் எப்படி. ஸோ நீங்களும் படம் பார்த்துட்டு சொல்லுங்கள் உங்களுக்கு எப்படி பிடிச்சிருக்குன்னு. டீம் ரொம்ப ஹார்ட் ஒர்க் பண்ணியிருக்காங்க அண்ட் அவங்களுக்காகவே இந்த படம் கண்டிப்பாக நல்லபடியாக வரணும். ஐ எம் விஷிங் எவ்ரி ஒன் ஆஃப் அஸ் குட் லக். தேங்க்யூ ஸோ மச் உங்களோட லவ்க்கு. நீங்கள் எல்லோரும் ரொம்ப ஸ்வீட். ரொம்ப நர்வஸாக வந்தேன், ஆனால் நீங்கள் எல்லோரும் எனக்கு ரொம்ப ஸ்வீட்டாக கம்ஃபர்டபுள் ஆக்கிட்டீங்க. தேங்க்யூ ஆல். എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാൻ പാലക്കാട് നിന്നാണ്. ഇതിന് മുന്നേ ചെയ്ത പടം മടിയാണ്. അതും ഇതേപോലെ ഒരു 3-4 വർഷത്തെ ട്രെയിനിങ് എടുത്തൊരു ചെയ്ത സിനിമയാണ്. ഡയറക്ടർ ഒരു യൂണിക് കണ്ടന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു 4x4 ജീപ്പ് വാങ്ങി തന്നിട്ട് നേരെ മൂന്നാറിലേക്ക് വിട്ടു. കുറച്ചു കാലം ഞാൻ അവിടെ ജീവിച്ചോളാൻ പറഞ്ഞു. ഒരു 4-5 മാസം വിനോദ് ചായൻ്റെയും ജോസഫിൻ്റെയൊക്കെ കൂടെ കുറച്ച് അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ അവർ കൂടെ നിന്ന് മനസ്സിലാക്കി 4x4 മഡ്രൈസ് എന്താണെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് പോയത്. പിന്നെ കൊറോണയുടെ ആ ഒരു ഗ്യാപ്പൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് 21 ലാസ്റ്റിൽ മൂവി റിലീസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ ഒരു പ്രാവശ്യം പറഞ്ഞു ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്, മധുര വരെ പോകണമെന്ന് പറഞ്ഞു. നേരെ മധുരയിൽ പോയി. മധുരയിൽ പോയപ്പോൾ 2 ആളുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ എന്ന് പറഞ്ഞ് കുറച്ച് നേരം നോക്കിയിരുന്നു. ആൾ പറഞ്ഞു ഇത് തമിഴ്നാട്ടിൻ്റെ ഒരു ട്രഡീഷണൽ കൾച്ചറൽ സ്പോട്ടാണ്, ഇതാണ് നമ്മൾ അടുത്ത സിനിമയാക്കാൻ പോകുന്നത്, ഇതൊരു ഗ്ലോബൽ ലെവലിലോട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, ഈ സിനിമ അത്രയും ക്വാളിറ്റിയോടുകൂടിയിട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു 3 വർഷം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി. ഓക്കെ, ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. പിന്നെ ആൾക്ക് ഈ ആടിൻ്റെ അടി വാങ്ങാൻ വേറെ ആളെ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഈ ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ആട് പോലെയല്ല, ഇത് സ്പെഷ്യലി ഒരു പ്രത്യേക ബ്രീഡാണ്. ഇത് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് ആടുകൾ തമ്മിൽ ഇടിക്കുന്നതാണ്. ഓരോ ആടും എത്ര ഇടി വരെ പോകും, ഇപ്പം 200 അടി വരെയൊക്കെ പോകുന്നതുണ്ട്. ഇത് പണ്ട് മധുരയിലും തമിഴ്നാടിൻ്റെ സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്പോർട്ടാണ്. പിന്നെ മധുരയുടെ സ്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ലാങ്ങാണ്. അദ്ദേഹത്തിന് പ്യുവർലി മധുര ബാക്ക്ഡ്രോപ്പ് ആയിട്ട് തന്നെ ഈ മൂവി ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ സ്ലാങ് പഠിക്കാൻ പറഞ്ഞു. അവിടെ ജനിച്ചു വളർന്ന ആളുകളെ തന്നെയാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും ഒക്കെ അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവരെ കൊണ്ട് ഇതെങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഓരോ വേർഡുകളും കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ആടുകളെ ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമോഷനാണ് ആൾക്ക് വേണ്ടത്. ആടും ഈ കടാക്കട്ടാരി എന്നാണ് പറയുക ഈ ആടിൻ്റെ കൂടെയുള്ള ജോക്കീനെ. അപ്പോൾ കടാക്കട്ടാരിയും ഈ ആടും തമ്മിലുള്ള ആ ഒരു ഇമോഷൻ ഇതിന് ഒരുപാട് ആവശ്യമുണ്ട്. അത് പല സീനുകളിലും ഇത് വളരെ
കണക്റ്റ് ആവുന്ന സീൻസാണ് ഈ കഥയിൽ മൊത്തമുള്ളത്. അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സ്പോർട്സിനെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെയുള്ള മധുരയിലുള്ള ഓരോ ആളുകളെയും മനസ്സിലാക്കി അവരുടെ മാനറിസം എല്ലാം പിടിച്ച് അതേപോലെ അവിടെയുള്ള ഇമോഷൻസ് അത് സംസാരിക്കുന്ന ശൈലി എല്ലാം പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിന് പോകുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കുറേ ആടിൽ നിന്ന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനറിയില്ല, നമ്മളിപ്പോൾ കൈ ഇങ്ങനെ പെട്ടെന്ന് പൊന്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നാട്ടി, അത് അങ്ങനത്തെ ഒരു ജീവിയാണ്. പിന്നെ നമ്മുടെ ഡോഗിനെ ഒന്നും പോലെ പെട്ടെന്ന് ഇണങ്ങുന്നതല്ല. ഇതിനെ ഇണക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്, കുറച്ച് കൂടുതൽ സമയമെടുക്കുന്നതാണ്. പിന്നെ എല്ലാ ടെക്നീഷ്യന്മാരുടെയും അതേപോലെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. അതെല്ലാം വ്യക്തമായ പ്ലാനോടുകൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇന്നലെ റിലീസായി. ഇപ്പോൾ തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു ഞങ്ങളുടെ തിയേറ്റേഴ്സ്. വളരെ നല്ല ഇമോഷനായിരുന്നു ആളുകളിൽ നിന്ന് കിട്ടിയത്, വളരെ നല്ല ഫീഡ്ബാക്ക്. അപ്പോൾ വളരെ സക്സസ് ആയി പോകുന്നു. പിന്നെ പ്രസ് ആൻഡ് മീഡിയ തമിഴ്നാട്ടിൽ 2 ദിവസം മുന്നേ കണ്ടു, അവർക്കും വളരെ ഇഷ്ടപ്പെട്ടു മൂവി. അവരും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് തരുന്നത്. ഇതൊരു തമിഴ്നാടിൻ്റെ കൾച്ചറാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അത് കൂടാതെ തന്നെ ഇതിൽ ലവ്, ഡ്രാമ, ആക്ഷൻ എല്ലാം ഉണ്ട്. ബ്ലെൻഡായിട്ടുള്ളൊരു മാസ് മൂവി തന്നെയാണ്. എല്ലാവരും മൂവി കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് പബ്ലിക്കുമായിട്ട് എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഈ ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ശക്തി ബാലജി. எல்லாருக்கும் நமஸ்காரம். என் பேர் சக்தி பாலாஜி. இது ஃபஸ்ட்டு லான்ச் இன் மலையாளம் இண்டஸ்ட்ரி. ரொம்ப ஹாப்பியாக இருக்குது. தேங்க்ஸ் டு டீம் அண்ட் பிரகபாஸ். எனக்கு மலையாளம் ஃபிலிம்ஸை நிறைய பண்ணணும்னு ரொம்ப ஆசை. பட் இப்போ இந்த ஜாக்கி மூலிமா லைக் இன்ட்ரோ ஆனது ரொம்ப பெருமையாக இருக்குது. அண்ட் ஜாக்கி இந்த மூவி வந்து எனக்கு ஃபர்ஸ்ட் ஆஃப் ஆல் பிரபால் சார் பண்ணணும்னு சொல்லும்போது லைக் அவரோட ஒரு விஷுவல், ஒரு கெடா சண்டை பேஸ்ட் அப்படின்ற ஒரு விஷுவல் காமிச்சார் நரேஷனில். அண்ட் ரொம்ப இன்ட்ரெஸ்டிங்காக இருந்துச்சு, எனக்கு ரொம்ப பிடிச்சிருந்துச்சு. அண்டு அதுக்கப்புறம் யூஸ்வலான டெம்ப்ளேட், அந்த மதுரை வில்லேஜ் அந்த மாதிரியான மியூசிக் ஸ்கோர் பண்ணக்கூடாது. பிகாஸ் இட் இஸ் அ ட்ரெடிஷ்னல் கெடா சண்டை, கொஞ்சம் குளோபல் லெவலில் ரீச் ஆகணுன்றதுக்காண்டி நம்ம நிறைய எஃபோர்ட் போட்டு எல்லா லாங்குவேஜஸ்லேயும் ரீச் ஆகணுன்ற மாதிரி பேக்ரவுண்ட் ஸ்கோர் வந்து நல்லா எஃபோர்ட் போட்டு பண்ணியிருக்கோம். அந்த 5 லாங்குவேஜில் ரிலீஸ் ஆகிட்டு சாங்ஸுமே நல்ல ரெஸ்பான்ஸ் இருக்குது தமிழ் இண்டஸ்ட்ரியில். மலையாளம் இண்டஸ்ட்ரியும் சப்போர்ட் பண்ணுவீங்கன்னு ரொம்ப நம்புகிறோம். தியேட்டர்ஸில் நேற்று மதுரையில் சரி, சவுத் தமிழ்நாடு ஃபுல்லாக பயங்கரமான ரெஸ்பான்ஸ் வந்துட்டுருக்கு. படத்துக்கும் சரி, பேக்ரவுண்ட் ஸ்கோருக்கும் சரி, சாங்ஸ்க்கும் சரி. அதே மாதிரி இங்கே மலையாளம் இண்டஸ்ட்ரியிலையும் சப்போர்ட் பண்ணுவீங்கன்னு நம்புகிறோம். தேங்க்யூ ஸோ மச். நான் தமிழில் பேசுகிறேன். மலையாளத்தில் கிட்டத்தட்ட 100 கோடி, 150 கோடி, 200 கோடி, இப்போ லாஸ்ட்டாக 300 கோடி கலெக்ட் பண்ண எல்லா படத்துக்கும் நான் தான் டப்பிங் டைரக்டர் ஒர்க் பண்ணியிருக்கேன். புலிமுருகன் தொட்டு இப்போ லாஸ்ட்டாக லோக்கா வரைக்கும் ஆடிஜீவனம் எல்லா படங்களும் பெரிய சக்ஸஸ் மூவி மட்டும் பண்ணியிருக்கேன். ஃபஸ்ட் டைம் மலையாள இண்டஸ்ட்ரியிலேருந்து தமிழ் இண்டஸ்ட்ரிக்கு வர டைரக்டர்ஸ் எல்லாருமே பயங்கர ப்ரில்லியண்ட்டாக இருந்திருக்காங்க. ஃபார் எக்ஸாம்பிள் ஃபாசில் சார், சித்திக் சார், நிறைய சொல்லிக்கிட்டே போகலாம். இப்போ ரீசெண்டாக வரைக்கும் அப்படி பார்க்குற ஒரு கிரேட் டைரக்டர் தான் பிரேபால் சார். அவர் எப்படின்னா ஒன்றுமே பயங்கரமாக ப்ரில்லியண்ட்டாக முதல் நாளைக்கு ஷூட்டிங்னா இன்றைக்கி வந்து பிளான் பண்ணுவார். ஸோ எல்லா டேரக்டரும் அப்படி பண்ணுவாங்கன்னு கேட்டால் தெரியாது. ப்ரொடக்ஷனையும் பார்த்துக்கணும், டைரக்ஷன் டிபார்ட்மெண்ட்டையும் பார்த்துக்கணும், எல்லாரையும் கூலாக வச்சுருப்பார். அது மதுரை வந்துட்டு அவ்வளோ ஹார்ட்டான ஒரு பயங்கர. ஸோ அங்கே காலையில் 6 மணிக்கு ஆரம்பித்து நைட்டு 2 மணிக்கு போனால் கூட பேக் பண்ணலாமா, எதுக்கு இன்னொரு 20 மினிட்ஸ் போகலாமா அப்படின்னு கேட்பார். ஸோ அவ்வளோ எனர்ஜியாக இருப்பார், யாரையுமே திட்ட மாட்டார். அவருக்கு கண்டென்ட் வேணும், அதுதான் அதில் ஃபோக்கஸாக இருப்பார். நான் அவரோட மட்டி ஒர்க் பண்ணேன். ஃபஸ்ட் டைம் மட்டி வந்து 4 லாங்குவேஜஸ் பண்ணோம். சக்ஸஸ் ஆனால் அந்த சக்ஸஸை இப்போ பேசுகிறாங்க எல்லோரும். ஸோ அப்போ கொண்டாடல, இப்போ கொண்டாடுறாங்க. ஸோ ஆனால் ஜாக்கிக்கே அது இல்லை. நேற்றுக்கு நாங்கள் மதுரைக்கு போனோம். ஃபஸ்ட்டு ஷோவே வந்து அப்படி கொண்டாடினாங்க. அந்த கேரக்டர் பேர் சொல்லி தான் கூப்பிட்றாங்க, காப்ரா, கார்த்தி, முத்து.
ஸோ இதுதான் அந்த ஆடியன்ஸ்க்கு வந்து ராமர், எஸ் ராமர் வண்டியில் இருக்கேன். ராமர் அவ்வளோ ரெஸ்பான்ஸ். ஸோ அவ்வளோ ஹார்ட் ஒர்க் பண்ணியிருக்காங்க. ஏன்னா நானுமே டேரக்டர் தான். நான் ரொம்ப ஹார்ட் ஒர்க்லாம் பண்ண மாட்டேன். நான் ரொம்ப ஸ்மூத்தாக அப்படி என் அசிஸ்டன்ட் வச்சு வேலை விட்டு ஸ்மூத்தாக பேசுகிறேன். பட் அவர் அப்படி கிடையாது. ஒரு மலையாளத்துலேருந்து வந்து மதுரை கல்ச்சரை பார்த்து அதை கற்றுக்கிட்டு அங்கே கிடவை வாங்கி ட்ரெயின் பண்ணி அவர் சொன்ன மாதிரி வேறு யாரும் கிடைக்கலங்கிறதுக்காக தான் இவங்க 2 பேரும் மறுபடியும் ஹீரோவை போட்டிருக்காரு. ஏன்னா வேறு யாரும் வந்து நிறைய ஃபெமிலியர் ஃபேஸ் இருக்காங்க தமிழ்நாட்டில், மலையாளத்துலேயும் இருக்காங்க. பட் அவங்க வச்சு ஹேண்டில் பண்ண முடியுமான்னு கேட்டால் கஷ்டம் தான். ஏன்னா கடன் ஜல்லிக்கட்டுக்கு அவர் அப்படி சொல்லலை. அவர் என்ன தெரியுமா சொன்னார் தமிழ் இன்டர்வியூஸில் வந்து, இந்த கெடா சண்டையில் நிறைய அந்த ஃபீல்டுலாம் நிறைய டெத்ஸ் நடந்திருக்கு, நிறைய வந்து அடிபடும். ஸோ அப்படி நான் யார் வேணும்னு பார்க்கும்போது இவங்க 2 பேரும் பார்த்தேன், பிரச்சனை இருக்காது, இவங்க 2 பேரும் எல்லாத்தையும் தாங்குவாங்கன்ட்டு தான் இவங்களை காசு பண்ணியிருக்காரு. ஏன்னா ஆல்ரெடி எக்ஸ்பீரியன்ஸ் இருக்குது. ஏன்னா மல்டி பண்ணும்போது பார்த்தேன் ஒரிஜினல் அந்த கட்டை 250 கிலோ இருக்கும், அதை தூக்கி சுமந்து மேலே கொண்டு வந்து அதில் அவ்வளோ கஷ்டப்பட்டாங்க. ஸோ இவங்களை விட்டால் ஜாக்கி படம் பண்ணுறதுக்கு எனக்கு தெரிஞ்சு ஆர்டிஸ்ட் இல்லை. ஏன்னா அவ்வளோ ஹார்ட் ஒர்க் பண்ணியிருக்காங்க. அதோட சக்ஸஸ் தான் இன்றைக்கி தமிழ்நாட்டில் எல்லா தியேட்டர்லையுமே பயங்கரமாக கொண்டாடிட்டு இருக்காங்க. ஒரு மலையாள இயக்குனரை தமிழ் மக்கள் அவ்வளோ வரவேற்றிருக்காங்க. அதுவும் இந்த மலையாள ஃபீல்டு உங்கள் டைரக்டர் நீங்கள் சிறப்பாக கொண்டாடுங்கன்னு நம்புகிறேன். அட் சேம் டைம் இதோட ஸ்கில் செகண்ட் பார்ட்டுக்கு தேர்ட் இருக்குது, அதுவுமே பெருசாக வரும். இந்த டீம் ஹார்ட் ஒர்க் பண்ணியிருக்காங்க. ஸோ அதை நீங்கள் ரிசீவ் பண்ணி அவங்களை கொண்டு போய் சேர்க்கறதுக்கு ஒரு இதாக இருக்குது. தேங்க்யூ ஒன் செகண்ட். தேங்க்யூ ആൾ. മടി പോലത്തെ ഒരു ചിത്രം ഇതാരോ കണ്ടായിരുന്നു. അപ്പം ഭയങ്കര അഡ്വഞ്ചറസ് ഒരു സിനിമയാണ്. അപ്പം ശരിക്കും പറയാം, ആ ഒരു എഫേർട്ട് എടുക്കുന്ന ഒരാൾക്ക് എങ്ങനെ പോയാലും വേണമെങ്കിലും ബാഹുബലി വേണമെങ്കിലും പിടിക്കാം എന്ന ലെവലിലോട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്പോട്ട് എടുത്ത് ചെയ്യണം എന്നൊരു തോന്നാൻ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ആക്ച്വലി മഡിക്ക് ശേഷം ഞാൻ മഡി 2-ലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ യാദൃശ്ചികമായി മധുരയിൽ വെച്ചിട്ട് ഈ സ്പോട്ട് കാണുമ്പോൾ അതിൽ വലിയൊരു സ്പാർക്ക് കിട്ടി. കാരണം ഇൻറ്റൻസീവായ ഒരു സ്പോട്ടാണ്, ആ കളം കാണുമ്പോൾ ഹീറ്റായ സ്പോട്ടാണ്. അത് മാത്രമല്ല, ഫ്രണ്ടിൽ കാണുന്ന സ്പോട്ടിൻ്റെ ബാക്കിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, വയലൻസ് ഉണ്ട്, ബെറ്റിംഗ്, ഇല്ലീഗൽ ബെറ്റിങ്സ് ഉണ്ട്. അതൊരു കമേഴ്ഷ്യൽ മൂവിക്കും അറ്റ് ദ സെയിം ടൈം ഒരു സ്പോർട്സ് മൂവിക്കും പറ്റിയ ഒരു പ്ലോട്ടാണ് മനസ്സിലായത് ആ സമയത്ത് തന്നെ. അങ്ങനെയാണ് ഇത് ട്രൈ ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോകാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. ശരിക്കും മധുര പോലത്തെ അല്ലെങ്കിൽ തമിഴ് സിനിമകളൊക്കെ എടുത്തു നോക്കിയിരുന്ന ഇപ്പോൾ ആടുകൾ, ചാർലി സിനിമ അല്ലെങ്കിൽ മാമന്നൻ, ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ ആനിമൽസിനോടുള്ള സ്നേഹവും അവർ അതിനകത്തുള്ള പോട്ടിയും അതാണ് നമ്മൾ കാണുന്നത്. അപ്പം ആളുകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ കോഴിപ്പോര് അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇന്റൻസിറ്റി ഉണ്ട്. സ്ക്രീനിൽ നമുക്ക് കാണുമ്പോൾ നമ്മളൂടെ എന്താ എഴുതിയിരിക്കുന്ന സീറ്റിൽ എഴുന്നേറ്റുള്ള ആ മൊമെന്റുകളുണ്ടല്ലോ, ശരിക്കും ജോക്കി നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ സ്ക്രീനിൽ ഫസ്റ്റ് ടൈം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണോ ശരിക്കും പറഞ്ഞ ഇത്? അതെ, ഇതൊരു ഫസ്റ്റ് ടൈം കെഡാസെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ കോഴിപ്പോര് അതെല്ലാം ഉണ്ടെങ്കിൽ കെഡാസെന്റ് എന്ന് പറയുമ്പോൾ ഒരു അഡ്വഞ്ചറസും ഉണ്ട്. ഓക്കെ, ആ അഡ്വഞ്ചറസ് എങ്ങനെ നമ്മൾ സിനിമാറ്റിക്കായി കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു അഡ്വഞ്ചറായ സ്പോട്ട് വരുമ്പോൾ അതിൻ്റെ ബാക്കിലാവുള്ളൂ അത്രയ്ക്കും ഡെപ്തായ ഒരു ഇമോഷൻ വേണം, അതേപോലെ വയലൻസ് ഉണ്ടാവും. ഇതിനെല്ലാം ബ്ലെൻഡ് ചെയ്ത് ഒരു വിഷ്വൽ ട്രീറ്റ് മാത്രമല്ല, അതിൽ മ്യൂസിക് ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററിലാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരു യൂണീക്കായുള്ള ഫീലിംഗ് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതന്നെയാണ് ഇപ്പോൾ എല്ലാ പ്രതികാരവും വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്താണോ? ഇപ്പൊ എന്റെ തിയേറ്റർ റെസ്പോൺസുകൾ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇത് ഭയങ്കര ആളുകൾ അത്ര ഏറ്റെടുത്ത് പറയുന്ന ഭയങ്കര ക്യാരക്ടറായിട്ട് നിന്ന് റെസ്പോണ്ടുകൾ പറയുന്നത് അല്ലെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം. നമ്മളെടുത്ത ഒരു എഫേർട്ടിന് റിസൾട്ട് ഉണ്ട്, പ്രേക്ഷകർ ആ ക്യാരക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. മലയാളത്തിൽ നിന്ന് നമുക്കറിയാം, മലയാള പ്രേക്ഷകർ എല്ലാത്തിനും ഒരു ജഡ്ജ്മെന്റിലുണ്ടാവും, ഇന്ന് ഇച്ചിരി ശരിയാക്കായിരുന്നു, ഇച്ചിരി കൂടെ അത് നോക്കായിരുന്നു എന്നൊക്കെ പറയുന്നത്. തമിഴ് അങ്ങനെയല്ല, ഇച്ചിരി കൂടെ അവരെല്ലാം ആഘോഷിക്കുന്ന ഒരു ടൈപ്പ് ആളുകളാണ്. എങ്ങനെയുണ്ട് ആ റെസ്പോൺസുകൾ? ഇന്നലെ DFS കണ്ടത് മധുരയിൽ വെച്ചിട്ടാണ്. മധുരയിൽ ഫസ്റ്റത്തെ ഷോ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന്. കാരണം എനിക്ക് വാഷ്റൂമിലേക്ക് പോകാൻ പറ്റാതെ അത്രയും ജനങ്ങൾ അവിടെ കൂടി, അവരുടെ സംസാരം, അവരുടെ ഫോട്ടോ എടുക്കൽ, അവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഒരു പുറമേ നിന്നൊരാൾ വന്ന് അവരുടെ ഉള്ളിലത്തെ ഒരു മൂവി ചെയ്യുമ്പം അവർക്ക് അത്ര പെട്ടെന്ന് കണക്റ്റ് ആവണമെന്നില്ല, പക്ഷേ അവർക്കത് നല്ല രീതിയിൽ കണക്റ്റായി. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സ്പീച്ച്, ഒരു കെടാക്കട്ടാരി, അതായത് ഒരു വീട്ടിൽ എന്തായാലും ഒരു കടയുണ്ടാവും. അത് നമ്മളുടെ ഒരു 3 കുട്ടികളുണ്ടെങ്കിൽ 4ാമത്തെ കുട്ടിയായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കെടാക്കാട്ടാരി എന്തൊക്കെ ചെയ്യുമോ കെടാക്ക് വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് അവർക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി. അതിൻ്റെ ഒരു ഫീല് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാത്തിലും. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ എത്രത്തോളം ടഫായിരുന്നു ഒരാടിനെ? കാരണം നമുക്ക് ഓൺ ഷോട്ട് മനുഷ്യന്മാർ പോലെ അല്ലല്ലോ ആനിമൽസ്. അതിപ്പോൾ ചിലപ്പം അവർക്ക് ട്രിഗർ ആയാൽ ചിലപ്പോൾ അടുത്തിരിക്കുന്നുണ്ടെന്ന് പോലും നോക്കത്തില്ല. ചിലപ്പോൾ അവര് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. ഒരു കെടയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക്സ് ലെവലിൽ വരും. അത് 100% സൈഡ് വെട്ടും. സൈഡ് വെട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് ആക്സിഡന്റ് ആവാന്ന് നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ മധുരയിൽ പോയപ്പം എൻ്റെ അടുത്ത് ഫസ്റ്റ് വന്ന ഡയലോഗ് എന്നറിയാം, വാങ്ങ നീങ്ക എന്നേക്ക നീങ്ക വേറെ വാങ്ങ ടീയെ ഗീയെ കുറിച്ച് സാപ്പിട്ട് പോകാൻ അല്ലേ സാറെന്ന് പറഞ്ഞു. ഈ ഒരു ലാംഗ്വേജ് മനസ്സിലാവാൻ ഞാൻ ആളിനെ കൊണ്ട് ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഇത് നടക്കില്ല, ഇത് നടപടിയാവില്ല, ഇത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ട്രോള് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞില്ല, എന്തായാലും ട്രോള് കിട്ടില്ല, ഞാൻ പറയണ പോലെ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്താൽ മതി പറഞ്ഞിട്ട് ആളുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് 2 പേര് മധുരയിൽ നിന്നുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഈ രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെ ഇവർ ഈ പുറത്തു കൂടെ നടന്നു കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് സംസാരിക്കുക, ഇതാണ് ഇതിൻ്റെ വേടിൻ്റെ അർത്ഥം, ഇങ്ങനെ നമ്മൾ നീട്ടി സംസാരിക്കണം, ഇവിടെ ഇങ്ങനെ കുറച്ച് സംസാരിക്കണം, ഇത് പറഞ്ഞതിന് തന്നെയായിരുന്നു പരിപാടി. എന്നതിന് ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളുടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയലോഗ് അടക്കം എല്ലാ കാര്യങ്ങളും അതിൻ്റെ മോഡുലേഷൻ പെർഫെക്റ്റ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ. എനിക്ക് സ്ക്രിപ്റ്റ് നോക്കുക, പുറമേയുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യുന്ന അവർ ബോഡി ലാംഗ്വേജ് പഠിക്കുക, സ്ക്രിപ്റ്റ് പഠിക്കുക. അതുകൊണ്ട് എനിക്ക് ആ ലാംഗ്വേജിന് കറക്റ്റായിട്ട് ഡിപ്പ് കൊടുക്കാൻ പറ്റി, പഠിച്ച് പറഞ്ഞതുകൊണ്ട്. ഡെബ് ചെയ്തിരിക്കുന്നത് ഞാനല്ല, പക്ഷേ എനിക്ക് പെർഫെക്റ്റായിട്ട് ഞാൻ പഠിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ഡിപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം മടിയൊക്കെ ഡ്യൂപ്പില്ലാതെയാണ് ആക്ഷൻ സീനുകൾ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടില്ല, അപ്പോൾ അതിൻ്റെ ഇന്റർവ്യൂ എല്ലാം കണ്ടാൽ നമുക്ക് പറയാമല്ലോ. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരിയോടെ റിസ്ക് കൂടുമ്പോൾ നമ്മുടെ ലൈഫ്, കാരണം ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പ്രധാനമാണല്ലോ. പിന്നെ ഒരു ആക്ടർ പിന്നെ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകണമല്ലോ. ഏതെങ്കിലും ഒരു പോയിന്റ് തോന്നിയിരുന്നത് ഈ സീൻ എടുക്കുമ്പോൾ ഒരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ചെയ്യണോ തോന്നിയിട്ടുണ്ടല്ലോ? എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 കൊല്ലം അവിടെ കൊണ്ടിട്ടിട്ട് ഇത്രയും അടി മേടിച്ച് തന്നിരിക്കുന്നത്, ഇത്രയും ഇടി മേടിച്ച് തന്നിരിക്കുന്നത് തോന്നിയില്ല. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 വർഷത്തെ ഒരു ടൈമിൽ ഞാൻ അവിടെ പോയി പഠിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഒറിജിനൽ കെടാസന്തയ്ക്ക് വിട്ടിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും റിയലായിട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ 2-3 അടിയൊക്കെ ഇങ്ങനെ ആടിൻ്റെ മേടിക്കുന്ന സമയത്ത് ചില സമയത്ത് ദേഷ്യമൊക്കെ വരും. ചില സമയത്ത് ആളുടെ ഒരു ഷൂട്ടിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് അവൈലബിൾ ഉള്ളതുകൊണ്ട് ഇടയിലിടയിൽ പോയിട്ട് അപ്പോഴേക്കപ്പോഴും വേറെ ആർട്ടിസ്റ്റ് വരാൻ 1 മണിക്കൂർ ഡിലേ ആയാലും അപ്പോൾ പോയിട്ട് ഡ്രസ്സ് പണിയിട്ട് വരാൻ പറയും. അപ്പോൾ ചില സമയത്ത് ഇറിറ്റേഷനൊക്കെ വരും. എന്നാലും സൈറ്റിലൊക്കെ ചെയ്യാൻ വേറെ വിഷയമൊന്നുമില്ലല്ലോ നമുക്ക്. ചേട്ടാ ഈ ഒടിയന്റെ പറഞ്ഞല്ലോ, ഒടിയന്റെ ഫോട്ടോ ഒക്കെ ചേട്ടൻ ഡിലീറ്റ് ആക്കിയതുകൊണ്ടാണോ ചേട്ടൻ മലയാളത്തിൽ അഭിനയിക്കുന്നത്? അതല്ലാതെ എന്താ പറയുമോ, എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ടാണ് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇത്ര അടുത്ത് കാണുന്നത്. അതായത് ശ്രീകുമാർ ആള് നമ്മളുടെ പുത്തൂരുകാരനാണ്. ആളിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പോയി കണ്ടപ്പോൾ ലാലേട്ടൻ മേക്കപ്പ് ഇട്ടിരിക്കണു, ലാലേട്ടൻ്റെ അഭിനയം, അവിടെ മഞ്ജു ചേച്ചി ഇരിക്കണു. അത് കണ്ടപ്പോൾ സംഭവം ലൊക്കേഷനാണ് അതാണെന്നൊക്കെ മറന്നു. വേഗം ഫോൺ എടുത്തിട്ട് ഒരു 360 ഡിഗ്രിയിൽ 4K വീഡിയോ ചെയ്തു. അത് വീഡിയോ ചെയ്ത് അവിടെ നിന്ന് ആൾ കണ്ടു, ആരുടെ വീഡിയോ വെച്ചു വേഗം അവർ ഓടി വന്ന് അത് ഡിലീറ്റ് ആക്കി. പിന്നെ എനിക്ക് മനസ്സിലായി, അപ്പോൾ എനിക്ക് സിനിമയെ കുറിച്ച് അറിയില്ല. ഒരു ലൊക്കേഷൻ എന്നുള്ള ഒരു ഇമേജ് പോലും പുറത്തു പോകാൻ പാടില്ല, അതുകൊണ്ടാണ് അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനി തമ്പനിയിലാക്കി വെച്ചതിന് ശേഷം എന്നെ ട്രോളാൻ വേണ്ടിയിട്ട് കൊടുക്കരുത്, അത് മാത്രം ചെയ്യരുത്. അപ്പം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പൊ താങ്കൾ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലത് ഭയങ്കര ക്യൂട്ടായിരിക്കും, ചിലത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം. അപ്പം ഇതിലെ ക്യാരക്ടർ എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം? இதில் வந்து மீனாட்சி வந்து இட்ஸ் அ ப்ராப்பர் மதுரை லந்தா இருப்பாங்க, லைக் ஆட்டிடியூட் திமிரு பொண்ணு. பட் இதில் வந்து மெயினாக ஹீரோ வந்து இவங்க தாண்டி அந்த கெடா, ஸோ அந்த ஃபைட் அது மெயின். நான் ஒரு லவ் இன்ட்ரெஸ்ட் க்யூட்டாக இருக்கும்னு நம்புகிறேன், நீங்கள் தான் சொல்லணும்.
பட் எப்படி சொல்றது, ஃபுல் த்ரூ அவுட் த மூவி அங்கங்கே வருவேன். படத்துக்கு எவ்வளோ இருந்தால் கரெக்டாக இருக்குமோ டைரக்டர் சார் மீனாட்சி கேரக்டர் அவ்வளோ வச்சிருக்காரு. ஐ எம் லக்கி ஐ காட் டு ப்ளே மீனாட்சி. കുറച്ച് പേർ മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ரொம்ப பிடிக்கும், பார்க்க பிடிக்கும். ஆமாம், மலையாளம் மூவிஸ் தான் நான் ஆக்சுவலி ப்ரிஃபரன்ஸ் கொடுத்து போய் பார்ப்பேன். எனக்கு ரொம்ப பிடிக்கும். எக்கோ லாஸ்ட்டாக பார்த்தேன், ஆழப்புழா ஜும்கா நான் பார்த்தேன், அப்புறம் இரட்டா மை ஃபேவரட் மூவி. லைக் மூவிஸ்ன்னு கேட்டால் எனக்கு ஃபஸ்ட்டு மலையாளம் மூவிஸ் தான் வரும். எனக்கு ஐ ஜஸ்ட் லவ் தம். ஆவேஷம் ரொம்ப பிடிக்கும், 2 to 3 டைம்ஸ் பார்த்துருக்கேன். എന്താണ് ഇൻഫ്ലുവൻസ്, മലയാള സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യിച്ച ഒരു മൊമെന്റ് എന്തായിരിക്കും? அந்த ரியாலிட்டி ரொம்ப பார்ப்பாங்க. இப்போ எனக்கு அது நான் பிரக்பால் சர்க்கியுமே பார்த்தேன். ஒரு யதார்த்தம் இருக்கும் மலையாளம் சினிமாவில், ஒரு பேஷன் இன்னும் கொஞ்சம். ஐ மீன், நான் எதுவுமே நான் கம்பேர் பண்ணிக்கலாம் பேசலை. ஒரு ஃபேன் ஆஃப் மலையாளம் சினிமாவாக ஒரு வியூவராக நான் வந்து சொல்கிறேன். லைக் அவங்களோட அந்த ரியாலிசம், அவங்களோட ரைட்டிங், இந்த வே ஷூட் பண்ணுற விதமாக இருக்கட்டும், ஆக்டிங்காக இருக்கட்டும், ஆக்டிங்க்கு ரொம்ப இம்பார்ட்டன்ஸ் தருவாங்க மலையாளம் சினிமாவில். அதனால தான் எனக்கு மலையாளம் சினிமா நிறையா பண்ணணும்னு ஆசை. It is an opportunity I'm asking you all. Please give me Malayalam movies. I want to be a Malayalam actress. அதெல்லாம் இல்லை, இவர் சொல்றாரு ப்ளீஸ் அப்படி வைக்காதீங்க அப்படின்னு. எனக்கு ரொம்ப பிடிக்கும், ரொம்ப பெரிய ரெஸ்பெக்ட் இருக்கு. எல்லா லாங்குவேஜஸும் பண்ணணும். எனக்கு டொவினோ தாமஸ் அவரோட பண்ணணும்னு ஆசை. டொவினோ தாமஸ் சார் ரொம்ப பிடிக்கும். அஃப்கோர்ஸ் மோகன்லால் சாரோட பண்ணணும்னு ஆசை. அவங்களுக்கு பொண்ணா பண்ணா ஐ பி வெரி ஹாப்பி. ரொம்ப பிடிக்கும். என்னாச்சு, ஏதாவது தப்பா பேசிக்கலாம்? അതേപോലെ ഇപ്പൊ ചെയ്ത കഥാപാത്രം ഹോട്ട്സ്പോട്ടിലൊക്കെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പൊ സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മെസ്സേജ് കിട്ടും. ഇപ്പം அந்த மாதிரி கேரக்டர்ஸ் வந்து கியூட்டா பப்ளியா மட்டும் இல்லை, இந்த மாதிரி கேரக்டர்ஸ் சொசைட்டில இருக்கு, இவங்களுக்கு இமோஷன்ஸ் இருக்கு, அந்த ஸ்ட்ராங்கான ஒரு கேரக்டர். அப்போ உங்களுக்கு எந்த மாதிரி கேரக்டர் செய்ய ரொம்ப பிடிக்கும்? எனக்கு எப்பவுமே நான் ஒரு கதை தேர்ந்தெடுக்கிறேன்னா அந்த கதையில வந்து எனக்கான முக்கியத்துவம் இருந்தால் அந்த கதையில நான் இருக்கணும்னு நினைப்பேன். அது ஹீரோயினாக தான் இருக்கணும்னு அவசியம் கிடையாது. ஈவன் அந்த படத்தில் 2 நிமிஷம் கதாபாத்திரமாக இருந்தாலும் அதை நான் பண்ணணும்னு ஆசைப்படுவேன். அப்படி வந்து நிறைய கதைகள் பண்ணியிருக்கேன். பட் எனக்கு ஒரு ஆசை என்னன்னா, எனக்கு ஒரு வில்லி மாதிரி பண்ணணும்னு ஆசை, நீலாம்பரி மாதிரி பண்ணணும், ஆர் சைக்கோ கில்லர் மாதிரி ஒரு ரோல் பண்ணணும்னு ஆசை. ஏன்னா என்ன எல்லாரும் கியூட்னு என்ன எல்லாரும் படத்தில் கொள்றாங்களா, எனக்கு அவங்களுக்கு கொல்லணும்னு ஆசை. Thank you. പറഞ്ഞ പോലെ ഒരു ഹീറോയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ, ഹീറോയ്ക്ക് മുകളിലല്ല ഹീറോയുടെ ലെവലിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനൊരു ക്യാരക്ടർ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മൈൻഡിൽ ഒരുപാട് റെഫറൻസ് എടുക്കുമല്ലോ. അല്ലെങ്കിൽ ഇതുപോലെ തമിഴ് സിനിമയിൽ തന്നെ ഇതുപോലെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആളുകൾ എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം അവരുടെ മീറ്റർ എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പം ഈ ക്യാരക്ടർ കേട്ട സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ റെഫറൻസ് എന്തെങ്കിലും പോയിരുന്നോ? ഇല്ല, റെഫറൻസിനൊന്നും പോവാൻ വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഡയറക്ടർ കറക്റ്റ് സ്കെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ മധുരയിൽ ഒരുപാട് ആളുകളെ ഒബ്സർവ് ചെയ്തു. പിന്നെ ഇതേപോലെയുള്ള കുറച്ച് ആളുകൾ അവിടെ അറിയുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ ആ ഒരാളുകളെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ 1-2 പേരുടെ മാനറിസം ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അൽപ്പിച്ചിനോ ശരിക്കും ജോക്കി പ്രേക്ഷകൻ നൽകുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? ശരിക്കും പറയാം, തിയേറ്ററിൽ കാണുന്ന ഒരു പ്രേക്ഷകൻ നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമുക്ക് ഓരോ സിനിമ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത് തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് കിട്ടും എന്ന് പറയുന്നത്. അപ്പോൾ ജോക്കി പ്രേക്ഷകൻ നൽകുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? ഇത് പ്യുവർലി ഒരു തിയേറ്ററിക്കൽ മൂവിയാണ്. ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ്. ഇതിൽ ആടിടിക്കുന്ന ആ സൗണ്ട് തൊട്ടിട്ട് ഇത് 360 ഡിഗ്രിയിൽ ഇത് കറക്റ്റായിട്ട് സൗണ്ട് മിക്സ് ചെയ്തൊരു മൂവിയാണ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി, പിന്നെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആടിടിക്കുന്ന മൂവി മാത്രമല്ല. ഇതിൽ കോമഡി ഉണ്ട്, അതേപോലെ ഇമോഷൻസ് ഉണ്ട്, ലവ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്. ഒരു കമേഴ്ഷ്യൽ മീറ്ററിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. ഇത് പ്യുവർലി ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മൂവിയാണ്. തീർച്ചയായിട്ടും വേണ്ടേ? വണ്ടിയിട്ട് മലയാളത്തിൽ വേണോ തമിഴിൽ വേണോ നിങ്ങൾ പറയണോ? സ്ക്രിപ്റ്റ് റെഡിയാണ്, എന്തായാലും ഉണ്ടാവും. ശരിക്കും എന്താണ് ഇങ്ങനെ ഒരു ജോണർ പിടിക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുന്ന വെച്ചാൽ പറഞ്ഞ പോലെ
ഒരു സേഫ് സോൺ പിടിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ക്രൂ അല്ലെങ്കിൽ കുറച്ച് കാസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ എത്ര സേഫ് ആയിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കുക, അത് എൻജോയ് ചെയ്യിക്കുക, പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ. പക്ഷേ എൻ്റെ സിഗ്നേച്ചർ എന്നതുപോലെ ആയിരിക്കണം എന്ന് നിർബന്ധം ഓരോരുത്തർക്കും ഉണ്ടാവും. എന്താണ് എനിക്ക് കുറച്ചുകൂടെ റിസ്ക് ഉള്ള ഫാക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടാകാൻ എന്താണ്? ഞാൻ എപ്പോഴും ഒരു യുണീക്കായിട്ടൊരു കണ്ടന്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പം അതിലെന്തായാലും ഒരു ബേസിക് ഓരോ ഡയറക്ടേഴ്സിനും ഓരോ വ്യൂ പോയിന്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി ആ മൂവിയിലും റിഫ്ലക്റ്റ് ആവും. അപ്പം എനിക്ക് എപ്പോഴും ഒരു ഇമോഷൻ്റെ ഡെപ്ത്, ഒരു കുറച്ച് മാസ് എലമെൻറ്റ്സ്, ഒരു വയലൻസ്, ആക്ഷൻ, ഇതെല്ലാം എൻ്റെ മൈൻഡ് ഓട്ടോമാറ്റിക് വരുന്നതാണ്. അപ്പം ഞാൻ ചെറിയൊരു സീൻ എഴുതുകയാണെങ്കിലും എനിക്കത് വരുന്നതാണ്. ഫീൽ ആൻഡ് ഗുഡ് മൂവീസ് നന്നായിട്ട് പോകുന്നതാണെങ്കിലും അതിനുള്ള കഴിവ് എനിക്കില്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ രീതി തന്നെയാണ് പോകാമെന്ന് വിചാരിച്ച് പോകുന്നു. എന്ത് പറ്റി, ഒരാളാണോ റെപ്രസെൻറ്റേറ്റീവ്? എല്ലാവർക്കും ഒരാളാണോ റെപ്രസെൻറ്റേറ്റീവ്? അത് ആൾ കുറേ നേരം ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സിനിമ ഇറങ്ങി ഇപ്പം 5 വർഷമായിട്ട് എന്താ ഇൻഡസ്ട്രിയിൽ ഇരിക്കില്ല. ஆமாம் 2000 ஆமாம் 16லேருந்து நடித்தேன். ராட்சசன் போஸ்ட் ப்ரொடக்ஷன் கொஞ்சம் டைம் ஆச்சு. ஆல்மோஸ்ட் க்ளோஸ் டு 9 இயர்ஸ் ஷூட் ஸ்டார்ட் பண்ணி நெக்ஸ்ட் இயர் வந்தால் 10 இயர்ஸ் ஆகுது. கொஸ்டின் என்னன்னா, இந்த கேரளா பொம்பளைமாரி வந்து ரொம்ப பிடிக்கும் தமிழ் இண்டஸ்ட்ரியில் வந்து. எங்கே பார்த்தாலும் இந்த ஆடியன்ஸுக்கும் அப்படிதான், இண்டஸ்ட்ரியில் உள்ள ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് அப்படிதான். അത് നമുക്ക് എക്സാമ്പിളാக എല്ലാ മൂവിയിലും ഒരു മലയാളി இருக்கும். அஸ் எ ஹீரோயின், அஸ் எ கோ ஹீரோயின் அப்படிதான். உங்களுக்கு என்ன ஃபீல் பண்ணுறது? தமிழ் மூவியில் வந்து தமிழ் ஹீரோயின் வேணுமா, மலையாள ஹீரோயின் வேணுமா? ஏன் இந்த கான்ட்ரவர்சி क्वेश्चन பார்த்து கேட்டீர்கள்? இல்லை இப்போ பார்த்தா நம்ம மலையாளம் டீம்ல நான் இங்கே இருக்கேன்ல, ஸோ ஐ திங்க் பேலன்ஸ் இருக்குதான். அந்த மாதிரி நம்ம எப்போவுமே கம்பேர் பண்ணக்கூடாது தான். எனக்கு நீங்கள் கேட்குற கேள்வியோட அர்த்தம் புரியுது கண்டிப்பாக. ஆனால் அந்த ஒரு அது அல்டிமேட்லி வந்து அந்த டைரக்டரோட சாய்ஸ். இந்த கதாபாத்திரத்துக்கு இவங்க நல்லா இருப்பாங்கன்ட்டு நம்ம போய் பொருந்திட்டோன்னா அது ஓகே தான். ஏன்னா இப்போது நம்ம பார்த்தோன்னா தெலுங்கு மக்களும் வந்து தமிழில் நடிக்கிறாங்க. இப்போ நானுமே தெலுங்குல பண்ணுறேன். ஸோ அந்த மாதிரி ஒரு சினிமா இஸ் அ யூனிவர்சல் லாங்குவேஜ், யூனிவர்சல் மீடியமில். ஸோ அதுலேயும் நம்ம வந்து பிரிவினை ஏற்படுத்தக்கூடாதுன்னு நான் நம்புகிறேன். ஸோ டேலண்ட் இருந்து டேலண்ட்டுக்கு வாய்ப்பு கிடைக்கிற மாதிரி யார் வந்தாலும் எனக்கு சந்தோஷம். தமிழ் இண்டஸ்ட்ரி இந்த மாதிரி டேலண்ட் நிறைய உள்ள ஆளுகள் இல்லையா? டேலண்ட் இருக்காங்க, கண்டிப்பாக இருக்காங்க. அதுதான் இப்போது எல்லாருக்குமே வாய்ப்பு கிடைச்சா நல்லாயிருக்கும். மேபி அந்த ஒரு பாயிண்ட் இந்த கொஷின்லேருந்து வேணால் சொல்லலாம். லைக் ஆப்பர்ச்சுனிட்டி வந்து டேலண்ட் இருக்கிறவங்களுக்கு, பேஷன் இருக்கிறவங்களுக்கு அந்த ஆப்பர்ச்சுனிட்டி ஆக்டிங் ஸ்கில்ஸ் பேஸ் பண்ணி கிடைச்சா நல்லாயிருக்கும். சினிமா வந்து பேன் இண்டியா ஆகிடுச்சு, லாங்குவேஜ் கிடையாது. இப்போ கன்னடா வந்துருச்சு, தெலுங்கு வந்துருச்சு, மலையாளம் வந்துருச்சு. இப்போ வந்து லாங்குவேஜ் பார்க்குறது கண்டென்ட் நல்லா இருந்தால் அக்செப்ட் பண்ணிப்பாங்க. எஸ்பெஷலி சவுத் இந்தியாவில் வந்து மலையாள கண்டென்ட்டை வேர்ல்டு வைஸ் பார்க்குறாங்க. ஸோ நான் என்ன தான் தமிழாக இருந்தாலும் என்னை வர வைக்கிறது மலையாளம் தான். ஏன்னா நான் பண்ணுறது எல்லாமே மோகன்லால் சார் படம், துல்கர் சார் படம், பிருத்விராஜ் சார் படம். என்ன உங்களுக்கு தெரியாமல் இருக்கலாம், அவங்க கேட்டால் எனக்கு யாரும் சொல்லுவாங்க. ஸோ லாங்குவேஜ் கிடையாது சினிமாவுக்கு. இப்போ அதை தாண்டிடுச்சு. நீங்கள் சொல்கிறதெல்லாம் ஒரு 30 வருஷத்துக்கு முன்னாடி, 20 வருஷத்துக்கு முன்னாடி இருக்குது. இப்போ வந்து வேர்ல்டு வைடு சப்டைட்டில் போட்டு பார்ப்பாங்க. அப்படி ஆயிடுச்சு சினிமா. எனக்கு நீங்கள் கேட்ட கொஸ்டின் புரியுது. அதை பற்றி பெருசாக கமெண்ட் பண்ணுறதுக்கு எனக்கு இப்போ தைரியம் இல்லை, ஓப்பனாக சொல்கிறேன். ஆனால் எனக்கு வந்து கிடைக்கிற வாய்ப்பை வச்சு, டேலண்ட் வச்சு முன்னேறி வரணும்னு நிறையா ஆக்ட்ரஸஸ் வராங்க. ஸோ டேலண்ட் பேஸ் பண்ணி வாய்ப்பு கிடைச்சா நல்லாயிருக்கும், அவ்வளோதான். அது எந்த லாங்குவேஜாக இருந்தாலும் சரி. இப்போ கேரளா ஹீரோயினை வந்து பாடி ஷேமிங் பண்ணிட்டு இருந்த லாஸ்ட் கௌரின்னு சொன்னா. ஆமாம், ஷீ இஸ் மை ஃப்ரெண்ட் ஒன்லி. ஓகே, அது எப்படி சொல்லுங்க? அஃப்கோர்ஸ் அது தப்பு தானே. அவங்க எனக்கு ஐ எம் வெரி ப்ரௌட் ஆஃப். எல்லாருமே குரல் கொடுத்தாங்க, தமிழ்நாட்டில் இருக்க டைரக்டர்ஸ் எல்லாருமே. இல்லை இப்போது அதுதான் இப்போயுமே எனக்கு என்னோட ஒரு குட்டி கைண்டு ரெக்வஸ்ட் என்னன்னா, கேரளா ஹீரோயின், தமிழ் ஹீரோயின் அந்த மாதிரி சொல்ல வேணாம். எல்லாரும் ஆக்டர்ஸ் தான். எல்லாருமே வந்து சினிமாங்கிற அந்த லவ்க்காக தானே ஒர்க் பண்ணுறோம். இப்போ நீங்களும் எனக்கு உங்களை ரொம்ப பிடிச்சிருக்கீங்க, நல்லா கொஸ்டின் கேட்குறீங்க. நாளைக்கு என் படம் தமிழில் வந்து உங்களை நான் கூப்பிடுவேன். அப்போ மலையாளி ரிப்போர்ட்டர்னு சொல்ல மாட்டோம்ல, ரிப்போர்ட்டர் அவ்வளோதான். அதே மாதிரி ஆக்டர் அவ்வளோதான் நான் ஃபீல் பண்ணுறேன். அஃப்கோர்ஸ் அவங்களுக்கு நடந்ததுங்கிறது இட்ஸ் அ வெரி ராங் திங். அந்த மாதிரி நம்ம யாரையுமே கேட்கக்கூடாது. ஏன் ஹீரோவை கேட்பீங்களா, ஹீரோயினை கேட்க மாட்டீங்களா, அந்த மாதிரி கொஸ்டின் கேட்குறதுமே ரொம்ப ராங். யாரையுமே யாரும் பாடி ஷேம் பண்ணக்கூடாது. அவங்க பாடி ஷேம்னு இல்லை, உருவகையிலேயே பண்ணக்கூடாது. அது ஜோக்கே கிடையாதுங்கிறத நான் ரொம்பவே நம்புகிறேன். The way Gauri stood up for herself, I'm really proud. She is my friend.
அண்ட் ஐ திங்க் இப்போ மாறிட்டு இருக்கு. முன்ன மாதிரி யாருமே வந்து லைட்டாக எடுத்துக்கிறது இல்லை. ஸோ ஆமாம் இல்லை, ஆனாலும் நம்ம கொஞ்சம் சென்சிட்டிவிட்டி புரிஞ்சுக்கலாம். அவங்க என்ன வேணால் கோ த்ரூ பண்ணிட்டு இருக்கலாம் மென்டலி. ஸோ நம்ம விளையாட்டாக ஒரு விஷயம் சொல்லிடுவோம், அது அவங்களை எவ்வளோ ஹர்ட் பண்ணணும்னு நமக்கு தெரியாது. ஸோ முடிஞ்ச அளவுக்கு நல்லது மட்டும் சொல்லுவோம், இல்லைன்னா சொல்லவே வேண்டாம். ഓക്കെ എന്തായാലും ജോബി ഇറങ്ങിയിരിക്കുകയാണ്. തമിഴ്നാട് നല്ല റെസ്പോൺസ്, കേരളത്തിൽ നല്ല റെസ്പോൺസ് ഉണ്ടാകട്ടെ. ചിത്രങ്ങൾ ഇനി ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. ജോക്കി പോലത്തെ അല്ലെങ്കിൽ മടി 2 പോലത്തെ സിനിമകൾ ഇനി ഒരുപാട് സിനിമകളിൽ നിന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, മടിക്ക് ശേഷം ജോക്കി തമിഴായാലും എന്തായാലും നമ്മൾ ഒരു മൂവി കണ്ടന്റ് ബേസ് പണി ഒരു യൂണിക്കാണ് കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസിനായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി വൈസ് ആയാലും വിഷ്വൽ വൈസ് ആണെങ്കിലും സൗണ്ട് വൈസ് ആണെങ്കിലും ബാലൻസ് എല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. മലയാളീസിൻ്റെ ഒരു പ്രത്യേകത എവിടെ പോയാലും, അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ടെക്നീഷ്യൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. മലയാളീസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അത് അതിനൊരു പാരാമീറ്റേഴ്സ് ഇല്ല. അത് തമിഴാണോ ഹിന്ദിയാണോ കന്നഡയാണോ, നമ്മൾ കൊറിയൻ മൂവി ഇറക്കിരുന്ന് കാണും, ചൈനീസ് മൂവിയും കാണും. നല്ലതാണെങ്കിൽ ഇവിടെ ഫാൻസും ഉണ്ടാവും, അക്സെപ്റ്റ് ചെയ്യും. അതിലെനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളീസിൻ്റെ അടുത്ത്. ബാക്കി ഒരു കാര്യമുണ്ട്, അവരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോർട്ട് ചെയ്താൽ എന്തായാലും നമ്മുടെ മലയാളീസ് നല്ല കണ്ട സപ്പോർട്ട് ചെയ്യും. ഇനിയും ഇതും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു.